ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ ഗ്രില്ല് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഫിഷ് ഗ്രില്ല് ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കാട ഗ്രില്ല് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ 6 കാട ഫുഡ് മേടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വൃത്തിയായിട്ട് കൈ എടുക്കാം. എല്ലാത്തിനും നടുക്കൂട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കാടയൊക്കെ സെറ്റാക്കി നല്ല കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിന് കുറച്ച് വരയൊക്കെ വരഞ്ഞിട്ട് മസാലയൊക്കെ പുരട്ടി ഒരു മണിക്കൂർ വെക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം കുറച്ച്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്തത്, അത് പിന്നെ ഇതിനകത്ത് ചേർത്ത് ഒഴിക്കാൻ വേണ്ടിയാണ്. മഞ്ഞൾപ്പൊടി വേണം, കുരുമുളക് വേണം, ഉപ്പ് വേണം, ഗരം മസാല വേണം, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ അരച്ചതാണിത്. പിന്നെ മുളക് പൊടി ഇച്ചിരി കൂടുതൽ വേണം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ 6 കാട നടുക്കുന്ന് മുറിച്ച് പീസാക്കിയതാണ്. ഇപ്പോൾ ഏകദേശം 12 പീസുണ്ട്. എല്ലായിടത്തും മസാല എല്ലാം വേണ്ടിയാണ് പീസാക്കിയിട്ടുള്ളത്. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാടയൊന്ന് വരഞ്ഞു കൊടുക്കാം. വരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മസാല കയറാൻ നല്ല എളുപ്പമായിട്ട് കയറിക്കോളും. എല്ലാത്തരം ഒന്ന് നല്ലതായിട്ട് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മസാല ആദ്യം മിക്സ് ചെയ്യാം. ആദ്യം നാരങ്ങ ഇറക്കി കൂടെ മാറ്റി വെക്കാം. എന്നിട്ട് ഇപ്പോൾ ഇതെല്ലാം കൂടെ ഇരിക്കുന്ന ഇതെല്ലാം കറക്റ്റായിട്ട് അളവിൽ എടുത്തേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മിക്സ് ചെയ്യാം എല്ലാം കൂടെ. എരിവ് കൂടുതലിട്ടുണ്ട്. നല്ല കാറ്റാണ് ഇവിടെ ഫുള്ള്. നമുക്ക് നമുക്ക് ഒരു നാരങ്ങ, ചെറിയ നാരങ്ങ ആയതുകൊണ്ട് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ പിഴിഞ്ഞ് നോക്കാം. ഇട്ട് തിളക്കാം. ഇട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മസാല എല്ലാം കറക്റ്റായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ചിക്കനോട്ട് വെട്ടാം. ആദ്യം റഫായിട്ട് ഒന്ന് തേച്ച് പുരട്ടാം. നമ്മൾ മസാലയൊക്കെ നല്ല സെറ്റാക്കി നല്ല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു മണിക്കൂർ എടുത്തറ. അപ്പോൾ നമുക്കിനി 1 മണിക്കൂർ ഇത് സെറ്റാകാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തന്നെ 1 മണിക്കൂർ ആകുമ്പോഴത്തേന് നല്ല സെറ്റായിട്ട് നല്ല സൂപ്പറായിട്ടിരിക്കുന്നത് കൈ ഫുള്ള് മസാലയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ശരി. അപ്പം ആ സമയത്ത് കൊണ്ട് നമുക്ക് കരിയൊക്കെ കത്തിച്ച് കനലൊക്കെ ആക്കിയെടുക്കാം.
നമുക്ക് മൂടി വെക്കാം. അപ്പോൾ നമുക്ക് ഗ്രില്ലിന് വേണ്ടിയുള്ള കല്ല് കത്തിക്കാം. അപ്പം ഇന്ന് ചിരട്ടയാണ് കത്തിക്കുന്നത്. കരി തീർന്നു, അതിനെല്ലാം കരി മേടിക്കാൻ വേണ്ടി കുറച്ച് പൈസയും ചിലവ്, അതുകൊണ്ട് കരി തീർന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ചിരട്ടയെല്ലാം നല്ലതായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കനലൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രില്ലിലോട്ട് എണ്ണ പുരട്ടിയിട്ട് നമുക്ക് നമ്മുടെ കാട എടുത്തുകൊണ്ട് വെക്കാം. കിട്ടണമല്ലോ. അപ്പോൾ നമുക്ക് ആ ഗ്രില്ല് ആദ്യം കൊണ്ട് വെക്കാം. നല്ല ചൂടുണ്ട്. നല്ല ചൂടുണ്ട്, ചിരട്ടയായതുകൊണ്ട് നല്ല ചൂടുണ്ട്. കൈ കൊടുക്കണം. നമുക്കിത് അടച്ചു വെക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് എല്ലായിടത്തും ചെയ്യുന്നു. ഇത് നമുക്കൊന്ന് ആ പ്ലേറ്റ് എടുത്ത് വീശി കൊടുക്കും. നല്ല കനലുണ്ട്, വീശേണ്ട ആവശ്യമില്ല. കാട ഏകദേശം വേകാറായിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ വീശി കൊടുത്തു കഴിഞ്ഞാൽ കല്ലിൽ കയറും. ചിരട്ടയായതുകൊണ്ട് നല്ല ചൂടുണ്ട്. നേരം ശരിക്കും ഇരുട്ടി. ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെള്ളത്തിലാണ് നമ്മൾ സെറ്റാക്കുന്നത്. നമ്മുടെ ഗ്രില്ലൊക്കെ സെറ്റായി നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും മറിച്ച് കാണിച്ചു തരാം. എല്ലാം വെന്ത് തന്നെ സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തുറന്നിട്ട് ഗ്രില്ലിൽ ഈ പ്ലേറ്റോട്ട് മാറ്റാം. പൂക്ക് വരുന്നത് ഓരോ മരുന്നിട്ട് എടുക്കുക. നമ്മുടെ ഗ്രില്ല് നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് മേടിച്ചോ കേട്ടോ. മേടിച്ച് കിട്ടിയാൽ ഇത് മാത്രമേ നേരെ വരും ഫുള്ള്. അപ്പോൾ നമ്മുടെ ഗ്രില്ല് നല്ല സെറ്റായിട്ടുണ്ട്. നല്ല കാടയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.